സാമൂഹിക നീതി സങ്കല്പത്തിനെതിരായ നീക്കമാണ് പട്ടികജാതി സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെന്ന് പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു. ഇതിനെതിരെ ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജാതി സെൻസസ് നടത്തുക, അഖിലേന്ത്യാ തലത്തിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സംവരണം ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. PKA സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ആ റിസർവേഷൻ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി നോക്കി നിൽക്കുന്ന അവസരത്തിലാണ് സുപ്രീം കോടതി പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് പട്ടികജാതി ജനവിഭാഗത്തിലെ ക്രീമി ലെയറിനെ മാറ്റി നിർത്തി സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കണം. അങ്ങനെ വന്നാൽ പട്ടികജാതി ജനവിഭാഗങ്ങൾ തമ്മിൽ ഇന്ന് നിലനിൽക്കുന്ന ഐക്യവും സമാധാനവും നഷ്ടപ്പെടും. കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾ 53 ജനവിഭാഗങ്ങളാണ്. ആ 53 ജനവിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തെയാണ് ക്രീമി ലെയറായി സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി കഴിയുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് ജില്ലാ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് D ജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഓമന, സന്തോഷ്, മധുര എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു K പന്മന, പുഷ്പരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.